ശിവന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണമെന്ന് ഞാൻ മഹേന്ദ്ര സാറിനോട് പറഞ്ഞതല്ലേ? അവന്റെ ശരീരത്തിരിക്കുന്നത് മറ്റൊരാളുടെ ഹൃദയമാ. എനിക്ക് പറയാനല്ലേ പറ്റൂ ഡോക്ടറെ. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ബാക്കിയൊക്കെ വിധി പോലെ വരട്ടെ. ആ ഡോക്ടറെ, ഒരു മിനിറ്റ്. ഹലോ. അപ്പൊ ശിവനിലിരിക്കുന്നത് മറ്റാരുടെയോ ഹാർട്ടാണ്. അതാരുടേതായിരിക്കും? ശിവന്റെ ഹാർട്ട് മാറ്റിവെച്ചതാണോ? ഏത് ശിവൻ? മഹേന്ദ്രന്റെ മകൻ ശിവന്റെ ഹാർട്ട് മാറ്റിവെച്ചതാണോന്ന് എനിക്കറിയില്ല. ഞാൻ കളക്ടറാണ്. അതറിയാം മാഡം. മാഡം ആരാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു എത്തിക്സ് ഉണ്ട്. അത് മറന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മഹേന്ദ്രനോട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാ. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. ആരുടെ ഹാർട്ടാണ് ശിവന് വെച്ചിരിക്കുന്നത്? എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ശരി, ഡോക്ടർ പറയുന്നില്ലെങ്കിൽ പറയണ്ട. എനിക്കെന്റെ വഴി നോക്കാലോ. രേഷ്മ എടുക്കുന്നില്ലല്ലോ. മെസ്സേജ് അയക്കാം. പേടിക്കണ്ട, എന്ത് സഹായത്തിനും ഞാനുണ്ടാവും. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോയാലും എന്നെ വിളിച്ചാൽ മതി. അല്ല, അമ്മയുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ അല്ലേ? ആ അതെ മോനെ. എന്തു പറ്റി ശാലിനി? ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ വേദന കുറവുണ്ടോ? നിങ്ങൾ മരിച്ചുവെന്ന് കരുതുന്നയാൾ മരിച്ചിട്ടില്ല. അയാളുടെ ജീവന്റെ തുടിപ്പ് ഈ അന്തരീക്ഷത്തിൽ കാണുന്നുണ്ട്.